വീണ്ടും ഒരു മഴക്കാലം കൂടെ വന്നെത്തിയിട്ടുണ്ട്. കൂടെ കൊതുകുകളും എത്തിയിട്ടുണ്ട്. അതിരാവിലെയും അതുപോലെ തന്നെ വൈകുന്നേരമുള്ള കൊതുകിൻ്റെ കടി പ്രത്യേകം കൊള്ളാതെ നോക്കണം. കാരണം ഈ സമയങ്ങളിലാണ് ഡെങ്കിപ്പനി പരത്തുന്ന ഈഡിസ് ഈജിപ്തി എന്ന് പറയുന്ന കൊതുകിനെ ധാരാളമായിട്ട് കാണുന്നത്. സാധാരണ ഒരു വൈറൽ പനിക്കപ്പുറം ഡെങ്കിപ്പനി വന്നു കഴിഞ്ഞാൽ അതിശക്തമായിട്ടുള്ള പനിയും തലവേദനയും അതുപോലെ തന്നെ അസഹനീയമായ അതിശക്തമായി തന്നെയുള്ള പുറം വേദനയും ശരീരവേദനയും ഒക്കെ ഉണ്ടാകും. മസിൽ പെയിന് ഭയങ്കരമായിരിക്കും. ഇതിനെ ബ്രേക്ക് ബോൺ ഡിസീസ് എന്നാണ് പറയുക. അതായത് എല്ലുകൾ പൊട്ടുന്ന രീതിയിലുള്ള അസഹനീയമായ ശരീരവേദനയായിരിക്കും ഡെങ്കിപ്പനി വരുന്ന ഒരാൾക്കുള്ളത്. മഴക്കാലമായതുകൊണ്ട് തന്നെ പകർച്ചവ്യാധികൾ പെരുകുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ ശക്തമായിട്ടുള്ള തലവേദനയോട് കൂടിയിട്ടോ അല്ലെങ്കിൽ ശരീരവേദനയോട് കൂടിയിട്ടോ ഉള്ള പനി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ എന്ത് ചെയ്യണം? ഡോക്ടറെ പോയി കാണിക്കണം. നമ്മൾ നിസ്സാരമാക്കുന്ന ഒരു വൈറൽ പനി എന്നതിലപ്പുറം അത് ഡെങ്കിയോ അല്ലെങ്കിൽ ഈ സമയത്ത് പരക്കുന്ന മറ്റേതെങ്കിലും പനിയോ ഒക്കെ ആകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഈ പറഞ്ഞ രോഗലക്ഷണങ്ങളുമായി ഒരു രോഗി വരികയാണെങ്കിൽ നമ്മൾ ഉടൻ തന്നെ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് അല്ലെങ്കിൽ ബ്ലഡിൻ്റെ കൗണ്ട് നോക്കുന്ന പരിശോധന നമ്മൾ നടത്തും. അതിനകത്ത് ടോട്ടൽ കൗണ്ടും അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റിൻ്റെ അളവും കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ബ്ലഡിലുള്ള ജലാംശം കുറയുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ CBCയിലുള്ള ഹെമറ്റോക്രിറ്റ് അല്ലെങ്കിൽ PCV എന്ന് പറയപ്പെടുന്ന ആ ടെസ്റ്റ് നമുക്ക് നോക്കിയാൽ മനസ്സിലാകും. ജലാംശം കുറയുന്നുണ്ട് എങ്കിൽ ഈ ഹെമറ്റോക്രിറ്റ് അല്ലെങ്കിൽ PCV ഉയരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ടിപ്പിക്കലായിട്ട് കൗണ്ട് കുറയുന്ന ഒരു ബ്ലഡിൻ്റെ പ്രൊഫൈൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഡെങ്കു NS1 എന്ന് പറയപ്പെടുന്ന ടെസ്റ്റ് ചെയ്യണം. ഡെങ്കിപ്പനിയാണോ എന്നുള്ളത് സ്ഥിരീകരിക്കണം നമ്മൾ. അങ്ങനെ ഡെങ്കിപ്പനിയാണെങ്കിൽ പിന്നീട് വരുന്ന ദിവസങ്ങളിൽ ഈ കൗണ്ട് നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടേയിരിക്കണം. അതായത് നമ്മൾ എപ്പോഴും പരിശോധിക്കണം എന്നർത്ഥം. ഓരോ ദിവസവും നമ്മൾ കൗണ്ട് നോക്കണം. ഈ പ്ലേറ്റ്ലെറ്റും ടോട്ടൽ കൗണ്ടും ഒരു പരിധി വിട്ട് താഴേക്ക് വരുന്നുണ്ടോ എന്നും അതുപോലെ PCV ഒരു പരിധി വിട്ട് ഉയരുന്നുണ്ടോ എന്നും നമ്മൾ ശ്രദ്ധിക്കണം. പക്ഷേ ചില ആളുകളിൽ അസുഖത്തിൻ്റെ തീവ്രത കൂടി പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് വല്ലാതെ കുറയുകയാണ് എങ്കിൽ അത് പല സ്ഥലങ്ങളിൽ നിന്നും ബ്ലീഡിംഗ് ആയിട്ടൊക്കെ പുറത്തേക്ക് വരാം. അതായത് മോണകളിൽ നിന്ന് ബ്ലഡ് വരിക, രക്തം ഛർദ്ദിക്കുക, അസഹനീയമായ വയറുവേദന അനുഭവപ്പെടുക, മലത്തിൽ ബ്ലഡിൻ്റെ അംശം കാണുക, ഇതൊക്കെ ഡെങ്കിപ്പനി മൂർച്ഛിച്ച് പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് വല്ലാതെ കുറയുമ്പോൾ കാണുന്ന രോഗലക്ഷണങ്ങളാണ്. സോ ഈ ഒരു രീതിയിലേക്കൊന്നും അസുഖം കൂടുന്നില്ല എന്ന് നമ്മൾ ഉറപ്പാക്കണം. ധാരാളം വെള്ളം കുടിക്കണം, ഭക്ഷണം കഴിക്കണം. കഴിക്കാനോ കുടിക്കാനോ കഴിയുന്നില്ല എങ്കിൽ ഹോസ്പിറ്റലിലോ ക്ലിനിക്കിലോ ഒക്കെ പോയിട്ട് നമ്മൾ ഡ്രിപ്പ് കയറ്റണം. അതുമാത്രമല്ല, നമ്മൾ ദിവസവും ബ്ലഡിൻ്റെ കൗണ്ട് നോക്കിയിട്ട് പ്ലേറ്റ്ലെറ്റും ടോട്ടൽ കൗണ്ടും കുറയുന്നില്ല, ഒരു പരിധി വിട്ട് കുറയുന്നില്ല എന്നും അതുപോലെ തന്നെ PCV അല്ലെങ്കിൽ ഹെമറ്റോക്രിറ്റ് ഒരു പരിധി വിട്ട് കൂടുന്നില്ല എന്നും നമ്മൾ ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ ഡെങ്കിപ്പനി ബാധിച്ച ഒരാൾ മോസ്കിറ്റോ നെറ്റ് കെട്ടി അതിനകത്ത് ഇരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇയാളെ കടിച്ച കൊതുക് വീണ്ടും മറ്റാളുകളെ കടിക്കുകയാണെങ്കിൽ അവർക്കെല്ലാം അസുഖം വരാം. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ കൊതുകിനെ പ്രതിരോധിക്കാനുള്ള വഴികളൊക്കെ നമ്മൾ സ്വീകരിക്കുകയും വേണം. ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ ആളുകളുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.